എൻ്റെ പേര് ജോസഫ് മനക്കിൽ. മനക്കിലച്ഛൻ എന്ന് പലരും പറയുന്നതുകൊണ്ട് അച്ഛൻ ചേർത്താൽ കുഴപ്പമില്ല. അങ്ങനെ ആയിപ്പോയി. 49 കൊല്ലമണി അല്ലേ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ വീട് വടക്കം പറവൂരടുത്ത് ഗോതിരത്ത് എന്ന ഗ്രാമത്തിലാണ്. കത്തോലിക്ക പാരമ്പര്യമുള്ള അച്ഛന്മാരും കന്യാസിയുമുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഞാൻ, ഗ്രാൻഡ് അങ്കിള് ഒരച്ഛനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് എനിക്ക് കിട്ടിയത്, ജോസഫ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാലടികൾ ആ തറവാട്ടിൽ പിന്നീട് ഞങ്ങളുടെ തലമുറയിൽ ചെയ്യാനുള്ളത് ഞാനാണ് എന്നുള്ള ബോധ്യം കുഞ്ഞുനാളിൽ എനിക്ക് കിട്ടി. അങ്ങനെ വീട്ടിലെല്ലാവരും പറയുകയും ചെയ്തു. അതുകൊണ്ട് ആ പാരമ്പര്യം അനുസരിച്ചുകൊണ്ട് 4 വയസ്സ് മുതൽ പള്ളിയിൽ പോയി, 7 വയസ്സ് മുതൽ പള്ളിയിൽ പാടാൻ തുടങ്ങി, 12 വയസ്സ് മുതൽ പള്ളിയിൽ ശുശ്രൂഷിക്കാൻ ആരംഭിച്ചു അൾത്താരപാലനായിട്ട്. 16 വയസ്സിൽ നിയോഗപ്രകാരം ഞാൻ സെമിനാരിയിൽ പോയി വൈദ്യപഠനാർത്ഥം. 2 കൊല്ലം ലാറ്റിൻ, 3 കൊല്ലം തത്വശാസ്ത്രം, 4 കൊല്ലം ദൈവശാസ്ത്രം. ദൈവത്തിൻ്റെ വചനം മാത്രം അറിഞ്ഞില്ല. അതിന് തുടർച്ചയായിട്ട് പള്ളിയിൽ നടക്കുന്നതെല്ലാം ശ്രേഷ്ഠവും പള്ളിയിലച്ഛൻ പറയുന്നതെല്ലാം പ്രമാണവുമായിട്ട് തലമുറകളായിട്ട് പോകുന്ന കൂട്ടത്തിൽ ഞാനും പോന്നു. എന്നാൽ ദൈവം പറഞ്ഞ കാര്യങ്ങൾ 76 ഞാൻ അറിയുന്നു, ബൈബിളിൽ അറിയുന്നു. അപ്പോൾ ഞാൻ മാറി ചിന്തിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. അതുവരെ പള്ളിയിലെ ഔദ്യോഗിക കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിൽ ഞാൻ നിയോഗിക്കപ്പെട്ടിരുന്നു. പള്ളിയിലെ ആരാധനക്രമങ്ങൾ രചിക്കുന്നതിലും ഭക്തഗാനങ്ങൾ രചിക്കുന്നതിലെല്ലാം മുമ്പിലായിരുന്നു. 71 പൂർത്തിയായി, അതിൻ്റെ വർക്കെല്ലാം പൂർത്തിയായി. 76 കരിസ്മാറ്റിക് ധ്യാനം കൂടിയപ്പോഴാണ് ബൈബിളായിട്ട് പരിചയപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. ചില കാര്യങ്ങൾ ആ അവസരത്തിൽ എൻ്റെ ഉള്ളിൽ തട്ടി. 2 കാര്യങ്ങൾ പ്രധാനമായിട്ടും എനിക്ക് ബോധ്യം വന്നത്: ഒരാൾ വിശ്വാസിയാകുന്നത് പാരമ്പര്യം കൊണ്ടാവില്ല. ഞാൻ മണിക്കുടുത്തിൽ എൻ്റെ അപ്പൻ്റെ പേര് മൈക്കിളാണ്. മൈക്കിൾ സാറിൻ്റെ മകനായതുകൊണ്ട് ആ മൈക്കിൾ സാറിൻ്റെ വിശ്വാസം എനിക്ക് കിട്ടില്ല. മൈക്കിൾ സാറിൻ്റെ എന്ത് കിട്ടും? എന്തിനാണ്? കുടുംബസ്വത്തിൽ അവകാശം കിട്ടും, പക്ഷെ വിശ്വാസത്തിൽ അവകാശം കിട്ടില്ല. അത് ഓരോരുത്തരും തീരുമാനമെടുത്ത് വചനമനുസരിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് തീരുമാനമെടുക്കുമ്പോഴാണ് വിശ്വാസിയാകുന്നത്. ആ ബോധ്യം എനിക്ക് കിട്ടി ആദ്യം. രണ്ടാമത്, ദൈവവേല എന്ന് പറഞ്ഞാൽ സുവിശേഷം അറിയിക്കലാണ് അടിസ്ഥാനപരമായിട്ട് കർമ്മങ്ങൾ ചെയ്യലല്ല. അതുകൊണ്ട് കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ മാറിയെന്ന് ചിന്തിക്കാൻ തുടങ്ങി. എനിക്ക് സൗകര്യം കിട്ടി. കാരണം ഇടവക ഭരണം ഞാൻ എടുക്കില്ല തീരുമാനിച്ചു. കോളേജിൽ പഠിപ്പിക്കുന്നതുകൊണ്ട് ഞാൻ ഫ്രീഡം കിട്ടി. എങ്കിലും 83 ഞങ്ങൾ സഹായമെത്രാനോട് 3 കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തു. ഞാൻ പറഞ്ഞു, വി പ്രീസ്റ്റ് ഇൻക്ലൂഡിങ് മീ, ഞാൻ ഉൾപ്പെടെയുള്ള വൈദിക സമൂഹം ആർ മിയർ ഫങ്ഷണറീസ്, നോട്ട് മിഷണറീസ്. ഇൻ ദ സെൻസ് ദേ ഡു സർട്ടൻ ഫങ്ഷൻസ് but do not know what is the mission and do not execute it. Secondly, we preach, including me, preach more about saints than Christ himself. Third, we preach, including me, our ministries are more for the dead than for the living. അദ്ദേഹം എന്ത് മനസ്സിലാക്കിയെന്ന് എനിക്ക് അറിഞ്ഞു. പക്ഷെ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ഇതൊക്കെ മാറുവെച്ചോ? മാറണം, പക്ഷെ സമയമെടുക്കും. ഇപ്പം ഞാൻ ചോദിച്ചു, എന്തോരം സമയമെടുക്കും? 10-25 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. ഞാൻ പറയും, ഒരു 25 കൊല്ലം എനിക്ക് വെയിറ്റ് ചെയ്യും ഇപ്പോഴത്തെ ആരോഗ്യം നോക്കിയാൽ. പക്ഷേ ഒരു ആയുസ് നീട്ടിത്തരാമെന്ന് ഉറപ്പ് തരാമെങ്കിൽ പിന്നെയും ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിന് സാധ്യമല്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ പറയുന്നു, എൻ്റെ ആയുസ്സിൽ എൻ്റെ ബോധ്യം അനുസരിച്ചുകൊണ്ട് ഞാൻ ചില തീരുമാനങ്ങൾ എടുക്കും. ഇല്ലെങ്കിൽ നിത്യവിധിയാളിൻ്റെ മുമ്പിൽ ഞാൻ ഒരു കുറ്റവാളിയെപ്പോലെ നിൽക്കേണ്ടി വരും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ സ്നാനപ്പെട്ട് വേറെപ്പെട്ടപ്പോൾ സഭ എന്നെ ശിക്ഷിച്ചു, ഭ്രഷ്ട് കൽപ്പിച്ചു, എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഞാൻ അദ്ദേഹത്തിന് എഴുതി, നിത്യവിധിയാളിൻ്റെ മുമ്പിൽ കുറ്റവാളി ആകാതിരിക്കാനാണ് ഇപ്പോൾ ഞാൻ സഭയുടെ മുമ്പിൽ കുറ്റവാളിയായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ നിയമം അനുസരിച്ചുകൊണ്ട് ബൈബിൾ ഞാൻ രക്ഷിക്കപ്പെട്ടു, മനുഷ്യ നിയമം അനുസരിച്ചുകൊണ്ട് ഞാൻ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധി ഇല്ല തന്നെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നീട്
എൻ്റെ സഭയിലെ വൈദികരും ബിഷപ്പ് ഉൾപ്പെടെ സമൂഹത്തിൽ വെച്ച് ഇത് കുറേ കൂടി വിശദീകരിച്ചു കൊടുത്തു. ഈ മെയിൻ പോയിൻറ്റ്സ് 3 പോയിൻറ്റ്സുകളിൽ വിശദീകരിച്ചു കൊടുത്തു. ആർക്കും ഒന്നും പ്രതികരിക്കാനുണ്ടായിരുന്നില്ല. ആ കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞു, സത്യത്തിലും ആത്മാവിലും ആരാധിക്കേണ്ടതായ ഇടങ്ങൾ, ദൈവാലയങ്ങൾ ഇന്ന് തിരുക്കർമ്മ വ്യാപാര കേന്ദ്രങ്ങളായിട്ട് മാറിയിരിക്കുകയാണ്. സംശയമുണ്ടെങ്കിൽ വിലവരവ് പട്ടിക നോക്കിയാൽ മതി. ഒറ്റ കുർബാന, പാട്ടു കുർബാന, കൂടുതുറന്ന കുർബാന, തിരികത്തിച്ച കുർബാന. പ്രൈസ് ദി ലോർഡ്. ഇതാരും പ്രതികരിച്ചില്ല. എന്നോട് ഇരിക്കാൻ പറഞ്ഞു. എനിക്ക് വളരെ പ്രയാസം തോന്നി. ഒന്ന് പിണങ്ങെങ്കിലും ചെയ്താൽ മതിയായിരുന്നു. വാട്ട് നോൺസെൻസ് ആർ യു സേയിങ് എന്ന് ബിഷപ്പ് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകാതെ കേട്ടെന്ന്. ഒന്നും മിണ്ടിയില്ല. ഞാൻ അദ്ദേഹത്തോട് പേഴ്സണലായിട്ട് ഇങ്ങനെ ചോദിച്ചു. ഞാൻ മാറി നിന്ന് വിമർശന വിലയിരുത്തിയിട്ട് എതിർപ്പോടെ ശക്തിയായിട്ട് സംസാരിച്ചിട്ട് ആരും എന്തുകൊണ്ട് പ്രതികരിച്ചില്ല, ഇൻക്ലൂഡിങ് യു ബിഷപ്പ്. അതെന്നെ നെഞ്ചത്ത് കൈവച്ചാൽ പറഞ്ഞത്. കാരണം എൻ്റെ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് അങ്ങനെ സ്വാതന്ത്ര്യമുണ്ട് എനിക്ക്. ഇൻക്ലൂഡിങ് യു ബിഷപ്പ്. അപ്പോൾ അദ്ദേഹം പറയുന്നു, എന്ത് പ്രതികരിക്കാൻ, അച്ഛൻ കാര്യമല്ലേ പറഞ്ഞതെന്ന്. ഹല്ലേലൂയ. അപ്പം എനിക്ക് മനസ്സിലായി, കാര്യം എല്ലാവർക്കും അറിയാം, പക്ഷെ മാറ്റാൻ തയ്യാറില്ല, മാറാൻ തയ്യാറില്ല. അതുകൊണ്ട് ഞാൻ തന്നെ മാറണം എന്നെനിക്ക് തീരുമാനമെടുത്തു. പക്ഷെ എങ്ങനെ പോരും? രാജിവെച്ച് പോരാ. ഞാൻ രാജിവെച്ച് പോന്നു, ശരിയാണ്. പക്ഷേ സഭയിൽ നിന്ന് ഞാൻ മാറിയിട്ടില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ പണ്ടിരുന്ന ഇടവകയിൽ ഹിന്ദു മാർഗത്തിൽ നിന്ന് വന്നൊരു കുടുംബത്തിലെ ഇളയ കുട്ടി 10-50 വയസ്സായപ്പോൾ എൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുന്നു, അച്ഛാ, വിശ്വസിച്ച് സ്നാനമേൽക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷയ്ക്ക് അർഹനാകും. ഞാൻ അവളോട് ചോദിച്ചു, അതിന് നിനക്കെന്ത് വേണം? അപ്പോൾ ഞാൻ വിശ്വസിച്ച് സ്നാനപ്പെട്ടിട്ടില്ല. ഓഹോ, അതാണ് പ്രശ്നം. നീ സ്നാനപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. കാരണം നിനക്ക് ജ്ഞാനദാന സർട്ടിഫിക്കറ്റ് ഞാൻ എടുത്തു തന്ന് നിന്നെ സ്കൂളിൽ കൊണ്ടേ ആക്കിയതല്ലേ, ഓർക്കില്ലേ? നീ മാംസം മുങ്ങിയത് തന്നെ, സ്നാനപ്പെട്ടത് തന്നെ. അപ്പോൾ അവൾ ഇങ്ങനെ ഒരു ചോദ്യം പറഞ്ഞു, ഞാൻ വിശ്വസിച്ചല്ലല്ലോ സ്നാനപ്പെട്ടത്. ഓഹോ, അന്നൊരു കാര്യം ചെയ്ത് നീ സ്നാനപ്പെട്ടെന്ന് സമ്മതിച്ചാൽ ഇനി അങ്ങോട്ട് വിശ്വസിച്ചാൽ മതി. അടിച്ച വഴി പോയില്ലെങ്കിൽ അവൾ മിണ്ടാതെ പോയി. അവൾ പ്രതീക്ഷിച്ച ഉത്തരം കിട്ടിയില്ല. അപ്പോഴാണ് 2 മാസം കഴിഞ്ഞപ്പോൾ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത്. ഞാൻ ഓർത്തു, പണ്ട് കർത്താവ് ഒരു സ്ത്രീയോട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരിക. അവൾ ഒരിക്കലും കൂട്ടിക്കൊണ്ടുവന്നില്ല, ജനങ്ങളെ മുഴുവനും കൂട്ടിക്കൊണ്ടുവന്നു. അപ്പോൾ ഇവൾ എന്തിനാണ് ഭർത്താവിനെ കൂട്ടിക്കൊന്ന് ഞാൻ ആലോചിച്ചപ്പോൾ ഞാൻ തന്നെ ഉത്തരം കണ്ടുപിടിച്ച്, ഈ ഭർത്താവിന് ഈ വിഷയം അംഗീകരിക്കാൻ സാധിക്കാത്തതുകൊണ്ടായിരിക്കാം അയാളെ കൂട്ടിക്കൊണ്ടുവന്നത്. അതുകൊണ്ട് ഞാൻ ഇവളോട് സംസാരിച്ചില്ല. ഭർത്താവിനോട് പറഞ്ഞു, ഇവൾക്ക്, നിങ്ങളുടെ ഭാര്യയ്ക്ക് 2 കാര്യങ്ങൾ പ്രയാസമുണ്ട്, എന്നോട് നേരത്തെ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. ഒന്ന്, വിശ്വസിച്ച് സ്നാനപ്പെട്ടിട്ടില്ല എന്നൊരു കുറ്റബോധം അവളെ അലട്ടുന്നു. 2, രക്ഷയെക്കുറിച്ച് അവർക്ക് ഉറപ്പ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അവളെ വിശ്വസിച്ച് ഒന്നുകൂടി മുങ്ങി സ്നാനപ്പെടാൻ അനുവദിക്കുക. കുറ്റബോധം പോരട്ടെ, രക്ഷയ്ക്കുറിപ്പുണ്ടാകട്ടെ. അവർ എഴുന്നേറ്റ് പോയി. അവൾ കിട്ടേണ്ടത് കിട്ടി, അയാൾക്ക് എന്ത് കിട്ടിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതായത് അയാൾ 6 മാസം കഴിഞ്ഞപ്പോൾ മരിച്ചു. ഇവൾ 6 മാസം കൂടി വെയിറ്റ് ചെയ്തിട്ട് തൃശ്ശൂർ ഭാഗത്തുള്ള ഒരു പരിചയമുള്ള പാസ്റ്ററിൻ്റെ അടുത്ത് പോയി സ്നാനപ്പെട്ടേച്ചും എൻ്റെ അടുത്ത് വരികയാണ്, അച്ഛൻ സ്നാനപ്പെടണം. ഹല്ലേലൂയ. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതിനാണ് ഈ കളിയൊക്കെ കളിച്ചത്. ഏതായാലും എൻ്റെ മനസ്സിൽ ദൈവം ഒരു ഉൾക്കാഴ്ച തന്നു. ദൈവത്തിൻ്റെ വലിയ സ്നേഹം കൊണ്ട് വിജ്ഞാനവും വിവേചനവും മറച്ചു വെച്ച് എളിയവർക്കും അശുചികൾക്കും ദൈവരാജ്യത്തെ മർമ്മങ്ങൾ വെളിപ്പെടുത്തി ദൈവം നിനക്ക് സ്തുതിക്കുന്നു ഞാൻ ഉള്ളിൽ പറഞ്ഞുകൊണ്ട് ഇവൾ പറഞ്ഞു, ഞാനും അത് ആഗ്രഹിച്ചിരിക്കുകയാണ്, ഞാൻ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ കാത്തിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ഒരുങ്ങി 1 കൊല്ലം മുഴുവൻ ദൈവ സ്വരം കേൾക്കാൻ കാത്തിരുന്നു. ദൈവം സംസാരിക്കും, ഞാൻ കാത്തിരുന്നു, സംസാരിക്കുന്നില്ല. അപ്പോൾ ഒരു ജോഷോ ജനറേഷനിലൊരു പാസ്റ്റർ, എടുത്തുള്ളൊരു പാസ്റ്റർ ഇങ്ങനെ ശുശ്രൂഷയ്ക്ക് ഒരിക്കൽ വന്നപ്പോൾ ശുശ്രൂഷ കഴിഞ്ഞിട്ട് നിന്ന് പറഞ്ഞു, ശുശ്രൂഷ കഴിഞ്ഞ് ആവശ്യമുള്ളവർക്ക് പോകാം, പക്ഷേ ആർക്കെങ്കിലും എന്തെങ്കിലും വിഷയത്തിന് പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ അവിടെ നിൽക്കാം. അങ്ങനെ ഞങ്ങൾ 5-6 പേര് നിന്നു. ഞാൻ 4ാമത്തെ ഒരാളായിട്ട് ഞാനവിടെ നിന്നു. അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് തലയിൽ കൈവച്ചിട്ട് ഭാഷാപരത്തിൽ പ്രാർത്ഥിച്ചിട്ട് 3 കാര്യങ്ങൾ പറഞ്ഞു. യു ഹാവ് ടു ടേക്ക് എ സ്റ്റെപ്പ്.
and you are still wavering to take that step. And if you take that step, God will provide you with the ministries that are lacking at the moment. അച്ഛൻ സ്റ്റെപ്പ് എടുക്കേണ്ടതായിട്ടുണ്ട്, ഇപ്പോൾ അമാന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുന്ന ദൈവിക വേലകൾ കർത്താവ് കൊണ്ടുവരും. ഹല്ലേലൂയ. ഞാനത് ദൈവം സംസാരിച്ചതായിട്ട് ഞാൻ വിശ്വസിച്ചു. ഞാൻ കരിസ്മാറ്റിക് ധ്യാനം 25 കൊല്ലം നടത്തിയതാണ്. അന്നും ഈ പ്രവാചകന്മാരോട് ദൈവം സംസാരിക്കും എന്ന് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇന്നിപ്പോൾ അംഗീകരിച്ചു ഞാൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം സംസാരിച്ചു എന്നെനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ഏറ്റവും അടുത്ത അവസരത്തിൽ കാഞ്ഞിരപ്പള്ളിയിൽ ധ്യാനം നടക്കുമ്പോൾ അവിടെ പോയി ധ്യാനം കൂടി. മുമ്പൊരിക്കൽ കൂടിയിട്ട് ദൈവം സംസാരിക്കാൻ കാത്തിരുന്നാണ് ഞാൻ. ഇപ്പം ഞാൻ ഇനി കാത്തിരിക്കുന്നില്ല, ദൈവം പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ ആ ധ്യാനാവസരത്തിൽ പറഞ്ഞു, എന്നെ സ്നാനപ്പെടുത്തണം. അങ്ങനെ 2004 ജനുവരി 1-ാം തീയതി ഞാൻ അവിടെ സ്നാനപ്പെട്ട് തിരിച്ചു വന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ ഒരു ശിശുവാണ്, 4 വയസ്സ് പ്രായമുള്ളൊരു ശിശുവാണ്. അത് ഓർക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന മഹാജനങ്ങളുടെ മുമ്പിൽ, എൻ്റെ ഏട്ടന്മാരുടെയും ചേച്ചിമാരുടെയും മുമ്പിൽ കൈ തൊടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തു ഏകജാതനായിട്ട് ലോകത്തിലേക്ക് രക്ഷക്കായിട്ട് വന്നു. അവൻ മരിച്ചു ഉയർത്തെഴുന്നേറ്റപ്പോൾ പൗലോസിൽ എഴുതിയിരിക്കുന്നു, ആദ്യജാതനെ പോലെ ആദ്യഫലം എന്നോണം അവൻ ഉയർപ്പിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ എൻ്റെ അർത്ഥം രക്ഷപൂർത്തിയാക്കിയ യേശുക്രിസ്തു ആദ്യജാതനായി. സ്നാനത്താൽ അവനോട് ചേർക്കപ്പെടുന്ന എല്ലാവരും അവൻ്റെ അനിയന്മാരും അനിയത്തിമാരുമാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ബിഷപ്പിൻ്റെ അടുത്ത് ചെന്നു റിപ്പോർട്ട് ചെയ്തു. സ്നാനപ്പെട്ടെന്നല്ല, ഞാൻ സഭയിൽ നിന്ന് വിട്ടുപോയാണ്. കാരണം എന്താണ്? സുവിശേഷം അറിയിക്കാനാണ് കർത്താവിൻ്റെ ദൗത്യം. അതിവിടെ നിർവഹിക്കുന്നില്ല. എനിക്കിപ്പോൾ സുവിശേഷം അറിയിക്കണമെന്ന് തോന്നിയാൽ ഞാൻ അനുവാദം മേടിച്ചിരിക്കണം. ഞാനത് തയ്യാറല്ല. എന്നെ വെറുതെ വിട്ടേര്, ലീവ് മീ അലോൺ. അപ്പം അദ്ദേഹം പറഞ്ഞു, അങ്ങനെ വെറുതെ വിട്ടേരെന്ന് പറഞ്ഞിട്ട് പോയാലും വിടാൻ പോകുന്നില്ലെന്ന്, ശിക്ഷയുണ്ടാവും. ഓക്കെ, എന്ത് ശിക്ഷ ആയിക്കോട്ടെ, എന്നും വരാതിരിക്കട്ടെ. യേശുക്രിസ്തുവിനെ പ്രതി ഞാൻ സകലതും ഉച്ഛിഷ്ടമായിട്ട് കണക്കാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നു. പ്രൈസ് ദി ലോർഡ്. അതില്ല. പിന്നീട് അദ്ദേഹം എന്നോട് ഒരു വിശദീകരണം ആവശ്യപ്പെട്ടു. വിശദീകരണ കത്തായിട്ട് ഞാൻ എഴുതി കൊടുത്തു. ഇംഗ്ലീഷിലാണ്. വൈ എന്ന് പറഞ്ഞ ഒരു നോട്ടീസ് എഴുതി കൊടുത്തു. അതിലെ ഫസ്റ്റ് സെൻറ്റൻസ് ഇതാണ്: ദിസ് ഈസ് ടു ഡിക്ലെയർ ദാറ്റ് ഐ ഹാവ് റിലിംഗ്വിഷ്ഡ് ആറോണിക് ട്രഡീഷണൽ കാത്തലിക് പ്രീസ്റ്റ്ഹുഡ്. അഹ്റോൻ പാരമ്പര്യമുള്ള കത്തോലിക്ക പാരമ്പര്യം പൗരോഹിത്യം ഉപേക്ഷിച്ചിട്ട് ആൻഡ് അക്സെപ്റ്റഡ് ദ റോയൽ പ്രീസ്റ്റ്ഹുഡ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിലെ രാജ്യ പൗരോഹിത്യം സ്വീകരിച്ചിരിക്കുന്നു എന്ന് ഞാൻ പ്രഖ്യാപിക്കും. പിന്നെ ഞായറാഴ്ച പള്ളിയിൽ അതിനെക്കുറിച്ച് അനൗൺസ് ചെയ്തപ്പോൾ, പള്ളിയുടെ അടുത്താണ് ഞാൻ വീട് വെച്ചിരിക്കുന്നത്, എനിക്ക് വ്യക്തമായിട്ട് ഈ ഭാഗം കേൾക്കാൻ പറ്റി. മനക്കിലച്ചൻ പൗരോഹിത്യം ഉപേക്ഷിച്ചിരിക്കുന്നു. മറ്റു മിണ്ടിയില്ല. ഏത് പൗരോഹിത്യം സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ.